അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നമ്മുടെ ഉള്ളിലുള്ള ഹൈറായ എന്ത് ഉദ്ദേശവും നടന്നു കിട്ടാൻ അത് 7 ദിവസത്തിനുള്ളിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിൽ പലർക്കും പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. നമ്മുടെ മനസ്സുകളിൽ അല്ലെ, നമ്മൾ നടക്കാത്ത കുറേയധികം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ദുആ ചെയ്തിട്ടും അതിന് ഉത്തരം ലഭിക്കാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ആവശ്യങ്ങളാകാം, ആഗ്രഹങ്ങളാകാം. നമുക്ക് പല ആഗ്രഹങ്ങൾ, മനുഷ്യനാകുമ്പോൾ പല ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അത് എങ്ങനെയാണ് ഒരു ശനിയാഴ്ച മുതൽ തുടങ്ങി വെള്ളിയാഴ്ച വരെ 7 ദിവസം മുടങ്ങാതെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. അത് വളരെ പാടുള്ള കാര്യമൊന്നുമല്ല. ഒരു ശനിയാഴ്ച മുതൽ തുടങ്ങി വെള്ളിയാഴ്ച വരെ മുടങ്ങാതെ ഓരോ ദിക്റുകൾ ചൊല്ലുക. അത് നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് സമയത്തും ചൊല്ലാം. പക്ഷെ സുബഹിക്ക് ശേഷവും അല്ലെങ്കിൽ രാത്രിയാണ് ചൊല്ലൽ നല്ലത്. ബാക്കിയുള്ള സമയം തിരഞ്ഞെടുക്കാതെ നമുക്ക് ഏറ്റവും തുക നമ്മുടെ സ്വീകരിക്കുന്ന സമയങ്ങളിലൊക്കെ, അതായത് സുബഹിയും മഗ്‌രിബും ഒക്കെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. അപ്പൊ നമുക്ക് ശനിയാഴ്ച മുതലാണ് തുടങ്ങേണ്ടത്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ റഹ്മാനു യാ റഹീമു യാ അല്ലാ എന്ന ദിക്ർ എന്ത് ചെയ്യുക? 100 തവണ ചൊല്ലുക. അതായത് ശനിയാഴ്ച ദിവസമാണ് ഈ ദിക്ർ 100 തവണ ചൊല്ലേണ്ടത്. ഈ 100 തവണ ചൊല്ലുമ്പോഴും മനസ്സിൽ ആഗ്രഹം വേണം. അടുത്തതായിട്ട് ഞായറാഴ്ച യാ വാഹിദു യാ അഹദു എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. ഞായറാഴ്ച യാ വാഹിദു യാ അഹദു, ഈ ദിക്ർ എന്ത് ചെയ്യുക? 100 തവണ ചൊല്ലുക. അപ്പൊ ശനിയാഴ്ച പറഞ്ഞു, ഞായറാഴ്ച പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക? തിങ്കളാഴ്ച ദിവസം യാ സ്വമദു യാ ഫറദു യാ അല്ലാ എന്ന ദിക്ർ 100 തവണയാണ് ചൊല്ലേണ്ടത്. ഈ ദിക്റുകൾ വളരെ പ്രാധാന്യമേറിയ ദിക്റുകളാണ്. കാരണം ഈ പറയും പോലെ ഒരു ദിവസം പോലും മുടങ്ങാതെ പറയുന്ന ദിവസങ്ങളിൽ പറയുന്ന ദിക്റുകൾ ക്രമപ്രകാരം ചൊല്ലുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം യാ ഹയ്യു യാ ഖയ്യൂമു എന്ന ദിക്ർ 100 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പൊ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച വരെ എത്തി നിൽക്കുകയാണ്. 100 തവണ വളരെ പാടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ 1 മിനിറ്റിനകം ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. അത് അടുത്തതായിട്ട് ബുധനാഴ്ച ചൊല്ലേണ്ടത് യാ ഹന്നാനു യാ മന്നാനു എന്ന ദിക്റിനെ എന്ത് ചെയ്യുക? 100 തവണയാണ് ചൊല്ലേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ഓരോ ദിവസവും ചൊല്ലേണ്ട ദിക്റുകൾ ഓർമ്മയോടുകൂടി ഇതെന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെയ്യുക. അടുത്തതായി വ്യാഴാഴ്ച ദിവസം യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ 100 തവണ ചൊല്ലുക. വ്യാഴാഴ്ച ദിവസം വരെ എത്തി യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റിനെ 100 തവണ ചൊല്ലുക. അപ്പോഴും മനസ്സിൽ ആ ഉദ്ദേശം ഉണ്ടായിരിക്കണം, അത് മറന്നു പോവാതിരിക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച, അതായത് അവസാനത്തെ ദിവസം യാ അല്ലാഹു യാ ഹുവ 100 തവണയാണ് ചൊല്ലേണ്ടത്. 100 തവണ യാ അല്ലാഹു യാ ഹുവ എന്ന ദിക്ർ 100 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അവസാന ദിവസം ഇത് ചൊല്ലി അവസാനിപ്പിച്ചു നമ്മുടെ മനസ്സിൽ ഉദ്ദേശം അവതരിപ്പിക്കുക. ഇങ്ങനെ ഒരാഴ്ച മുടങ്ങാതെ ചൊല്ലിയാൽ ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവരുടെയും മനസ്സിലെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് ഇത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ. ഒരു ഉദ്ദേശം നടക്കുന്നത് വരെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മുടങ്ങാതെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ അത് കമന്റിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പേരും ആ കാര്യവുമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതല്ല പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദുആ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് എന്റെയും എന്റെ കുടുംബത്തിന്റെ ദുആയിലും നിങ്ങളെയും ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. ഇൻഷാ അല്ലാഹ് അറിവുള്ള ഇൽമും അറിയാത്ത ഇൽമുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലോട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം.